പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ വലിയ ആഗ്രഹത്തോടെ പണിതുയർത്തിയ സ്വപ്നഭവനം ഉപേക്ഷിച്ച് തിരുവല്ലയിലെ ഫ്ളാറ്റിലേക്ക് താമസം മാറേണ്ടി വന്നതിൻ്റെ സങ്കടവും മാനസിക സമ്മർദ്ദവും പങ്കുവച്ച് നടൻ പ്രശാന്ത് അലക്സാണ്ടർ. 2018 വീട് നിർമ്മിച്ച ശേഷം ഇത് 3-ാം തവണയാണ് ജലപ്രളയത്തിൽ വീട് പൂർണ്ണമായും മുങ്ങുന്നത്. ഓരോ മൺസൂൺ കാലമെത്തുമ്പോഴും ആവർത്തിക്കുന്ന ഈ പ്രളയ ദുരന്തം താങ്ങാനാവാതെയാണ് പ്രശാന്തും കുടുംബവും സ്വന്തം വീട് വിട്ടിറങ്ങിയത്. 2018 മല്ലപ്പള്ളിയിൽ വീട് പണിയുമ്പോൾ അത് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെയും കുടുംബത്തിൻ്റെയും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 3 മഹാപ്രളയങ്ങളാണ് ഈ സ്വപ്നഭവനത്തെ തകർത്തെറിഞ്ഞത്. ഇതോടെ നിർബന്ധിതമായി ആ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു. നിലവിൽ പ്രശാന്തും ഭാര്യ ഷീലയും 2 മക്കളും തിരുവല്ലയിലെ ഒരു ഫ്ളാറ്റിൻ്റെ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. ശാരീരികമായി ഇത്തവണ സുരക്ഷിതരാണെന്നും വീടിന് സംഭവിച്ച നാശനഷ്ടങ്ങളും ആവർത്തിക്കുന്ന ദുരന്തവും സൃഷ്ടിക്കുന്ന മാനസിക ആഘാതവും വളരെ വലുതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തവണ ഞങ്ങൾ അവിടെയല്ല താമസിക്കുന്നത് എന്നതുകൊണ്ട് ശാരീരികമായി പ്രളയം നമ്മളെ ബാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. എന്നാൽ മാനസികമായി ഇത് നമ്മളെ തീർച്ചയായും തകർത്തിരിക്കുന്നു. ഇത് 3-ാം തവണയാണ് വീട്ടിൽ ജലപ്രളയം കയറുന്നത്. 2018 മഹാപ്രളയത്തിലാണ് കുടുംബത്തിന് ആദ്യമായി കനത്ത തിരിച്ചടിയുണ്ടായത്. അന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് വീടിനുണ്ടായത്. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം മുണ്ടക്കയത്തുണ്ടായ പെട്ടെന്നുള്ള പ്രളയവും പ്രദേശത്തെ പാലത്തിന് സമീപം എക്കലടിഞ്ഞു കൂടിയതും വെള്ളക്കെട്ടിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു. അന്ന് വീടിൻ്റെ അകം പൂർണ്ണമായും നശിച്ചു. ഇപ്പോൾ 2026-ലും പ്രളയജലം വീണ്ടും വീടിനെ വിഴുങ്ങിയിരിക്കുകയാണ്. 2018 വീട് പണിയുമ്പോൾ ഈ പ്രദേശം ഒട്ടും പ്രളയസാധ്യതമായുള്ള ഇടമായിരുന്നില്ല. വീട് പണിത ശേഷമാണ് 2018 മഹാപ്രളയം വരുന്നത്. അതിനുശേഷവും അത് ഇപ്പോഴും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ ഇത് തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ശരിക്കും ഹൃദയം തകർക്കുന്നത് എന്നും പ്രശാന്ത് പറയുന്നു. ആറ്റുനോറ്റ് ഞങ്ങൾ പണിത വീടാണിത്. 2018 നവംബറിൽ ഞങ്ങൾ താമസിക്കുന്നതിന് മുൻപ് ഓഗസ്റ്റിൽ പ്രളയം കയറി താമസിച്ചു. ഇതിപ്പോൾ 2-ാമത്തെ തവണയാണ്. ആദ്യമൊക്കെ ചങ്ക് പൊട്ടിയാണ് ഇതിനെ കാണുന്നതെങ്കിൽ ഇപ്പോൾ ഇതിനെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വന്നു. വെള്ളത്തിൽ മുങ്ങിയ വീടിൻ്റെ വീഡിയോ പങ്കുവച്ച് ഭാര്യ ഷീബ പറയുന്നത് ഇങ്ങനെയായിരുന്നു.